ഇന്നത്തെ പരിപാടി? ചക്ക വടി ഉണ്ടാക്കാം. ചക്ക കൊണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? ഹായ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പച്ച ചക്ക കൊണ്ട് നമ്മളൊരു വട ഉണ്ടാക്കാൻ പോവാണ്. വട അല്ലെങ്കിൽ വട ഉണ്ടാക്കാൻ പോവുകയാണ്. അത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങള് പച്ചച്ചക്ക, കുറച്ച് പച്ചച്ചക്ക, പിന്നെ പച്ചമുളക്, ഇഞ്ചി. പിന്നെ പച്ചമുളക് അതിൻ്റെ ആവശ്യത്തിന് എരിവ് ചേർക്കാം. പിന്നെ ഇഞ്ചി, സവോള, വേപ്പില. പിന്നെ കുറച്ച് കോട്ടിങ്ങിന് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ഒന്ന് ഫ്രഷ് ചെയ്യാൻ പൊടിക്കുക. ചെറുതാക്കിട്ട് മൂത്ത ചക്ക. ഇത് ചക്ക മൂത്താൽ ഇങ്ങനെ വെളുത്ത് കളറിലിരിക്കുക. ഇത് വെള്ളച്ചക്കയാണത്. ചക്ക മഞ്ഞ പഴുത്താലും പഴുത്തില്ലെങ്കിലും ഇത് ഇതേ കളറാണ് കേട്ടോ. ഇത് വെള്ളച്ചക്കയാണത്. സാധാരണ ചക്ക പഴുത്താൽ നമുക്കത് മഞ്ഞയാവും, അല്ലാത്തപ്പോൾ വെള്ള. പക്ഷെ ഇത് രണ്ടും ഒരേ കളറാണ്, പച്ചയായാലും പഴുത്തായാലും. അപ്പോൾ നമ്മളിന്ന് പച്ചച്ചക്ക ചുള കൊണ്ട് കുറച്ച് വട ഉണ്ടാക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഷീറ്റി അത് ചക്കച്ചോള അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അരിഞ്ഞ ചക്കച്ചോള നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് അവനൊന്ന് കുഴയ്ക്കാൻ പാകത്തിന് ആക്കാനുള്ള ശ്രമമാണ്. അപ്പം നമ്മൾ അരിഞ്ഞ ചക്കച്ചോള മിക്സിയിലേക്ക് ഇട്ടിട്ട് അത് ഒന്ന് ക്രഷ് ചെയ്യാൻ പോവാണ്. പൊടിക്കണം. അപ്പോൾ നമ്മുടെ ചക്ക ചുള അടിച്ചു കഴിഞ്ഞു. അതിലേക്ക് ഇനി സബോള അരിഞ്ഞതും പച്ചമുളക്, ഇഞ്ചി എന്നിവയെല്ലാം അരിഞ്ഞ് ചേർത്തിട്ട് വേണം നമുക്ക് ഇതൊരു വടയാകുമ്പോൾ ഒരു ഇരുമ്പുളിക്ക് ആവശ്യമാണ്. എന്നാൽ അമിതമാകരുത്. അമിതമായാൽ എന്തുട്ടാ വിഷം. അധികമായാൽ അമൃതും വിഷം പറഞ്ഞില്ല. അപ്പൊ ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ ഉപയോഗിക്കുക. നമുക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജ്യത്ത്. അതുവരെ ഈ പാട്ട് കിട്ടുള്ളൂ. നമ്മൾ പാടാൻ വലുതൊക്കെ തുണ്ടമുറിയായിട്ടാണ് പാട്ട് പാടുന്നത്. ഇനി പാട്ട് പഠിക്കാനുള്ള ശ്രമം നടത്തണം. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അറിയണ പാട്ടുകൾ തുണ്ടമുറിയായിട്ട് പാടി എൻ്റെ ശബ്ദത്തെ ഞാൻ നല്ല രീതിയിലാക്കണം. അതിന് സാധകം ചെയ്യണം. ഇവിടെ കുളമില്ല, അതുകൊണ്ട് സാധകം ചെയ്യാൻ പറ്റാത്ത. ഓക്കെ. അപ്പോൾ നമ്മുടെ സബോള അരിഞ്ഞ് പച്ചമുളക്, ഇഞ്ചി, സബോള, പച്ചമുളക്. ഇനി വേപ്പിലും ചെറുതാക്കി മണം കിട്ടും. അരിഞ്ഞ് കഴിഞ്ഞാൽ മണം കൂടില്ല. മഞ്ഞപ്പൊടി ഇടാൻ പോവുകയാണ്. മഞ്ഞപ്പൊടിയില്ല, മഞ്ഞൾപ്പൊടി. ഇത് മതിയോ? അപ്പൊ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഉപ്പ് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് വട ചൂടാൻ നോക്കാം. ഒന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി ഉണ്ട്. ഇത് നമ്മൾ അടുപ്പ് എത്തിച്ചു. ഇനി എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് മതിയാ? അപ്പൊ നമ്മൾ അരിപ്പൊടിയായിട്ട് കുറച്ചുകൂടി കൂടുതലിട്ടുണ്ട്. കാരണം എന്നാലും അത് ഉരുട്ടാനും പരത്താനും പറ്റുള്ളൂ. അപ്പൊ നമ്മളെ ചീഞ്ചട്ടിയിലെ തണ്ണി വറ്റിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാണ്. നോക്കിയിരിക്കോ? വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ വട ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ബാലൻസ് നമ്മൾ കളയും. പിന്നെ ഇത് കുറേ വേസ്റ്റേക്ക് കളയണം.
എന്നാലും അത് മുങ്ങണ്ടത് നല്ല മഴ പെയ്യുന്നത് കൊണ്ടിട്ടാ ഭയങ്കര ശേച്ചിട്ടുള്ള ശബ്ദം കേൾക്കാണ്ട്. അതുകൊണ്ടാ അല്ല ആ. തിളച്ചത് അത് അധികം കനം കൂട്ടണ്ട. അങ്ങനെയാണ്. ഇത് കുറച്ച് വെള്ളം കൈമയാക്ക്, അപ്പൊ ഒട്ടില്ല. ഇതൊന്നും പഠിച്ചില്ല അല്ലേ? ഞാൻ ഷെഫ് ആവേണ്ടി വരില്ല. കേട്ടു. ആ അപ്പൊ എണ്ണ ചൂടായിട്ടില്ല, കുറച്ചുകൂടി ചൂടാവുന്നുണ്ട്. ചൂടായിക്കൊണ്ടിരിക്കണം. ആ, ചൂടാവണുണ്ട് എണ്ണ. നമ്മള് കുറെ ഓരോന്നും ഇട്ടുണ്ടാക്കണല്ലോ. വട ആദ്യത്തെ വട നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു അത് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെന്തുകൊണ്ടിരിക്കുന്നത് മുരിയാനായിട്ടില്ല, ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെന്താ വിശേഷം? ചെറുപ്പത്തിൽ ചക്കവട ഉണ്ടാക്കിയില്ല. അന്നതിന് വീട്ടില് അന്നൊക്കെ ചക്ക പഴുക്കുക, പിന്നെ ചക്ക വരട്ടുക, വരട്ടലാണ്. പിന്നെയാണ് ഇതിനൊക്കെ നേരം വേണ്ടേ? വറുത്തിലും വരട്ടിലാണ്. വറുക്കുക, വരട്ടുക, പഴുത്ത് തിന്നുക, ഇതൊക്കെയാണ്. ഇപ്പോഴാണ് ഇതൊക്കെ പിന്നെ അന്നൊക്കെ ഇതൊക്കെ എണ്ണ മേടിക്കാൻ എന്റെ സാമ്പത്തികം നമ്മളെ അന്നടെ എണ്ണയുള്ളത്. അന്ന് എണ്ണ എല്ലാ കിട്ടുള്ളല്ലോ. ആദ്യത്തെ വട മുരിഞ്ഞു കഴിഞ്ഞു. അത് നമ്മള് എണ്ണ ഫുള്ള് പോവാൻ വേണ്ടിയിട്ട് കോരി എന്ന് പറഞ്ഞാൽ എനിക്ക് കോരിയിട്ടുണ്ട്. അതുകൂടെ എണ്ണ പോയി കഴിഞ്ഞാൽ നമുക്കത് ടേസ്റ്റ് നോക്കാം. ചക്കവട തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ലേ? നമ്മൾ കണ്ടു കഴിഞ്ഞൊരു പരിപ്പോടെ സ്റ്റൈല്, എന്നാൽ പരിപ്പൊടിയല്ല ചക്കവടയാണ്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താലോ? നല്ല ചൂടുണ്ട്. ചൂടായത് ആ എങ്ങനെയുണ്ട്? പരിപ്പോടെ ടേസ്റ്റ് കേട്ടോ. ക്യാമറമാൻ്റെ സ്മൗട്ടാ. പരിപ്പോടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇല്ല. ഞാൻ കഴിക്കാണ്. പരിപ്പുഴയുടെ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് നമ്മളത് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. ആ വേറൊരു ഇതൊന്നുമില്ല. വായ തുറക്കട്. നല്ല ടേസ്റ്റ് ആട്ടാ. പഴയ കാലത്ത് ചക്ക കൊണ്ടൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. ചായപ്പിടിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പരിപ്പോട. ഉഴുന്നോടെ തന്നെ എല്ലാ കടയിലും ഉണ്ടാവും. പരിപ്പോടെയും പപ്പടോടെയും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, ഇതാ പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് പൊടി പൊടിയായിട്ട് കണ്ടില്ലേ? നമുക്ക് പരിപ്പ് കടിക്കാൻ കിട്ടില്ലേ, അതുപോലെ വേണം. പരിപ്പ് കടിക്കില്ലേ, പരിപ്പ് ഈ സാധനം ഇതുപോലെ ആക്കിയാൽ മതി. കണ്ട നല്ല പോലെ നമ്മൾ കുഴമ്പ് രൂപമാക്കിയിട്ടില്ല. ഒന്ന് ക്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടുക. നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ പരിപ്പുവട പോലെ ഇത് ഗ്യാസ് അങ്ങനത്തെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ചക്കല്ലേ? പിന്നെ ഇഞ്ചി, പിന്നെ വേപ്പിലൊക്കെ ടേസ്റ്റ് ഉണ്ട്. ജാപ്പിൻ ഉണ്ടാക്കാറില്ലേ? ജാപ്പിൻ പരിപ്പുവട പഴയ കാലത്ത് കട്ടൻ ചായയും പരിപ്പുവട. അപ്പം അതിനകത്ത് നമുക്ക് ജാപ്പിൻ ചക്കവടയും പഴമയിൽ നിന്ന് നമ്മൾ പുതിയതിലേക്ക് എത്തി. വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും നമ്മുടെ മുന്നോട്ടുള്ള പാത വ്യക്തമായിട്ട് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. Please subscribe, like, comment, share and enable the bell button.